ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ ഉണ്ടയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ണുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയി കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ഇവിടെ ഫ്രൈങ് പാനിലേക്ക് നമുക്ക് ഒരു കപ്പോളം അവില് ഇട്ട് കൊടുക്കണം. വെള്ള കളറോ അല്ലെങ്കിൽ ചുവപ്പ് കളറോ ഏത് അവിലായാലും പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും മതിയാവും. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ അവലൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോതാ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും മതിയാവും. ഇനി നമ്മൾ അതേ ഫ്രൈങ് പാനിലേക്ക് ഒരു 1/2 സ്പൂണോളം അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അവലുണ്ട ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അത് പഴുത്ത നേന്ത്രപ്പഴം, എന്നാലേ ടേസ്റ്റ് കൂടുള്ളൂ. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായി നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴം ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഈ തേങ്ങയും പഴവും ഒക്കെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഈ പഴം ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കും കൂടി നമ്മൾ ചെയ്യണം. ഈ സമയത്ത് നമ്മൾ തേങ്ങയും അതുപോലെ നേന്ത്രപ്പഴം ഏകദേശം ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച് നമ്മൾ അവൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പതാ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മളിതിവിടെ കുഴച്ച് നന്നായി ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിച്ച ഒരു ബോളായി കിട്ടുന്ന ആ ഒരു പരിവം വരെ നമ്മൾ കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായുള്ള കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കണം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നന്നായി കുഴച്ച് നമ്മൾ ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും മതി. നമുക്ക് ഇതിന്ന് കുറേശ്ശെ എടുത്തിട്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കണം. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ നമ്മളെ അവലുണ്ട റെഡി. നമ്മൾ വീട്ടിലെ ചേരുവകൾ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ അവലുണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.